ഹായ് ഓൾ. നമ്മളിന്ന് വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെബി ആക്ടിനെ കുറിച്ചാണ്. സെബി ആക്ട് 1992. ഓക്കെ, നമുക്ക് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ചാപ്റ്ററിനകത്തും പറയുന്ന പോലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ സാധാരണ ഒരു 5 to 8 മാർക്സിന് മാത്രം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ടേം, ദാറ്റ് മീൻസ് ലാസ്റ്റ് ആയിട്ട് നടന്ന ഓഫ്ലൈൻ മോഡ് ഓഫ് എക്സാമിനകത്ത് ഇതിനകത്തുള്ള പെനാൽറ്റി എന്ന് പറയുന്ന ഒരു ഏരിയനെ കുറിച്ച് 6-8 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മോഡൽ 6-8 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 6-8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ സാധാരണ രീതിയിൽ ഇതൊന്ന് ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കേസ് ലോസിൽ നിന്ന് 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ, അതല്ലെങ്കിൽ സെബിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ട് ലാസ്റ്റ് എന്ന് വെച്ചാൽ അവസാനത്തെ 4 മാർക്കിൽ ഏതെങ്കിലും പറഞ്ഞു. ഓക്കെ, സാധാരണ രീതിയിൽ ഒരു CMA ഫൈനലിലെ ക്വസ്റ്റ്യൻ പാറ്റേണിനകത്ത് കണ്ടുവരുന്നത് ഈ രീതിക്കാണ്. ഓക്കെ, കേസ് ലോസ് വരുന്നത് നമുക്ക് അതാത് ഏരിയ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാക്സിമം ഒരു 5 to 8 മാർക്സ് വരെ മാത്രം പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിത്ത് സെബി ആക്ട് 1992. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ടിലോട്ട് ഓരോ സെക്ഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ആക്ട് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം നോക്കാം. ദാറ്റ് മീൻസ് വാട്ട് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി ആക്ട്. സോ നോക്കി, ടു എൻഷുർ എഫക്റ്റീവ് റെഗുലേഷൻ ഓഫ് ദ മാർക്കറ്റ്, SEBI Act 1992 was enacted, empowers SEBI with the statutory powers that means for effective regulation of the market. That means ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റെഗുലേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ പറഞ്ഞ സെബി ആക്ട് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതിനകത്ത് വാട്ട് ആർ ദ സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ആക്ട് പ്രകാരം സെബിക്ക് ഉണ്ടാവുന്ന സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കണേ. അതിനകത്ത് ആദ്യത്തെ പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ സെക്യൂരിറ്റീസ്, അതായത് സെക്യൂരിറ്റീസ് മാർക്കറ്റിനകത്തുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക. ആൻഡ് ദ പ്രൊമോട്ടിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഓക്കെ, സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഗിവൺ നെസസറി ഓട്ടോണമി ആൻഡ് അതോറിറ്റി ടു റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പ് ആൻഡ് ഓർഡർലി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു അതോറിറ്റി ആയിട്ടും കൂടാതെ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഓക്കെ, സോ ഇത്രയും കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഏത് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ പറയുന്ന സെബി ആക്ട് പ്രകാരം സെബിയുടെ മേജർ ആയിട്ടുള്ള പവേഴ്സ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണേ. മനസ്സിലായി? ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ആസ് പെർ സെക്ഷൻ 4, വാട്ട് ആർ ദ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള അല്ലെങ്കിൽ സെബി ആക്ട് പ്രകാരം സെബിയുടെ മാനേജ്മെന്റിന്റെ ഒരു കോമ്പോസിഷൻ ആണ് പറയുന്നത്. ആരൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ ആരൊക്കെ ചേർന്നതായിരിക്കണം ഈ പറയുന്ന സെബിയുടെ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ആരൊക്കെ കൂടിയിട്ടായിരിക്കണം ഈ പറയുന്ന സെബിനെ മാനേജ് ചെയ്യുന്നത്. സോ നോക്കി, ആ കോമ്പോസിഷനകത്ത് പറയുന്നത് ദ മെമ്പേഴ്സ് ഓഫ് ദ സെബി ഷാൾ ബി അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഓർത്തിരിക്കേണ്ട പോയിന്റ് നമ്പർ 1, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ പറയുന്ന സെബിയിലെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് സെബി ഷാൾ കൺസിസ്റ്റ്, ഓക്കെ, ഫസ്റ്റ് വൺ എ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഒരു ചെയർമാൻ ഉണ്ടായിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ 2 members ഫ്രം എമംഗ്സ് ദ ഒഫീഷ്യൽസ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് വിത്ത് ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫിനാൻസ് മിനിസ്റ്ററിയിൽ നിന്ന് എന്തുണ്ടായിരിക്കണം, 2 ആൾക്കാരുണ്ടായിരിക്കണം. ആൻഡ് കൂടാതെ 1 member എമംഗ് ഫ്രം ദ ഒഫീഷ്യൽസ് ഓഫ് RBI നിന്ന് ഒരാളുണ്ടായിരിക്കണം. ആൻഡ് 5 other members ഓഫ് whom at least 3 shall be the whole time members. അതായത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 കാറ്റഗറി കൂടാതെ വേറെ 5 മെമ്പേഴ്സും കൂടെ ഉണ്ടായിരിക്കണം. ആ 5 മെമ്പേഴ്സിനകത്ത് മിനിമം 3 പേരെങ്കിലും എന്തായിട്ട് ഹോൾ ടൈം മെമ്പേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, സോ നോക്കി, ഇത്രയും ആൾക്കാർ ചേർന്നിട്ടാണ് സെബിനെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ചേരുമ്പോഴാണ് ആ സെബിയുടെ മാനേജ്മെന്റിന്റെ ഒരു കോമ്പോസിഷൻ ഉണ്ടാവുന്നത്. വൺസ് അഗൈൻ, സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു ചെയർപേഴ്സൺ ഉണ്ടാവണം. 2 പേര് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം 2 പേരുണ്ടായിരിക്കണം. ഒരാളെ നമുക്ക് ആര് അപ്പോയിന്റ് ചെയ്യും, RBI അപ്പോയിന്റ് ചെയ്യും. ഇത് കൂടാതെ 5 പേരുണ്ടായിരിക്കണം. ആ 5 പേരിനകത്ത് 3 പേരെന്ന് പറയുന്നത് ആരായിരിക്കണം, ഹോൾ ടൈം ഡയറക്ടേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഹോൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ദ ചെയർമാൻ ആൻഡ് ദ അതർ മെമ്പർ ഷാൾ ബി ദ പേഴ്സൺ. ദാറ്റ് മീൻസ് അടുത്തതിനകത്ത് ഈ പറയുന്ന ആൾക്കാരുടെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. മനസ്സിലായി? ഇവിടെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ കൊടുക്കുന്നത്. ഓക്കെ, ഷാൾ ബി ദ പേഴ്സൺ ഓഫ് എബിലിറ്റി, integrity and standing who have the capacity in dealing with the problems relating to the securities market or have special knowledge or experience of law, finance, economics, accountancy, administration or in any other discipline, okay, which in the opinion of the central government shall be the useful for the board. അതായത് ഒറ്റ വാക്കി പറയുവാണെങ്കിൽ ആർക്കും ഇഷ്ടമുള്ള ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് തോന്നുന്ന അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവരുടെ കാറ്റഗറി അനുസരിച്ച് അവർക്ക് സ്പെഷ്യൽ നോളേജ് ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാരെ എന്തായിട്ട് ഈ പറയുന്ന മെമ്പേഴ്സായിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, സോ ആസ് പെർ സെക്ഷൻ 4 പഠിച്ച കാര്യങ്ങൾ, സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു ചെയർമാൻ ഉണ്ടായിരിക്കണം. സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്ററിൽ നിന്ന് 2 പേരുണ്ടായിരിക്കണം. RBIയിൽ നിന്ന് ഒരാളുണ്ടായിരിക്കണം. ഇവർ കൂടാതെ വേറെ മിനിമം 5 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ആ 5 മെമ്പേഴ്സിനകത്തുള്ള 3 പേര് മിനിമം ഹോൾ ടൈം മെമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഈ പറയുന്ന ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആർക്ക് അടിസ്ഥാനപ്പെടുത്തി, ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് തീരുമാനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്ക് നിയമിക്കും. ഓക്കെ,
സോ ഇത്രയും കാര്യങ്ങളാണ് ആസ് പെർ സെക്ഷൻ 4 പറയണേ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്ഷൻ 5 പ്രകാരം ഓക്കെ ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസസ്. സെബി ആക്ടിനകത്ത് സ്ഥിരമായിട്ട് കേസ് ലോസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണത്. നമ്മൾ IRD ആക്ട് പറയുമ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇതേപോലെ വരുന്ന ഒരു പ്രൊഫഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതേ കാര്യങ്ങളും തന്നെ. ഓക്കെ, the first one, the chairman and the whole time member shall be a person who does not and will not have any financial or other interest are likely to affect prejudicially his function as such a chairman or member. നോർമൽ കേസ് എല്ലാത്തിനകത്തും പറയുന്നത് പോലെ ദാറ്റ് മീൻസ് അവരുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളും അവരുടെ താല്പര്യങ്ങളും ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വേറെ മെമ്പേഴ്സിന് ഓക്കെ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആവരുത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദ ചെയർമാൻ ആൻഡ് എവരി ഹോൾ ടൈം മെമ്പർ ഷാൾ ഹോൾഡ് ഓഫീസ് ഫോർ സച്ച് പീരീഡ് നോട്ട് എക്സീഡിങ് 5 years. അതായത് ചെയർമാൻ ആണെങ്കിലും ഹോൾ ടൈം മെമ്പേഴ്സ് ആണെങ്കിലും അവരുടെ പീരീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്കാണ്. As may be specified in the order of his appointment, but he shall be eligible for reappointment. 5 വർഷം കഴിഞ്ഞിട്ട് അവർ എലിജിബിൾ ആണ്, അവർ എന്ത് ചെയ്യാം? റീഅപ്പോയിൻമെന്റ് ചെയ്യാം. However, no person shall hold office as the chairman or the whole time members after he attained the age of 65 years. മനസ്സിലായി? അതായത് ചെയർമാൻ ആണെങ്കിലും ഈ പറയുന്ന ഹോൾ ടൈം മെമ്പേഴ്സ് ആണെങ്കിലും അവരെ അപ്പോയിന്റ് ചെയ്യാം. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് 5 വർഷത്തേക്കാണ്. 5 വർഷം കഴിഞ്ഞാൽ അവരെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റീഅപ്പോയിന്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ റീഅപ്പോയിൻമെന്റ് നടക്കുകയാണെങ്കിൽ പോലും അവർക്ക് മാക്സിമം എത്ര വയസ്സ് വരെ? 65 വയസ്സ് വരെ മാത്രമേ ഈ പറയുന്ന ചെയർമാൻ അല്ലെങ്കിൽ ഹോൾ ടൈം മെമ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ? നോക്കി, ഇതിനകത്തുനിന്ന് കേസ് ലോസ് സാധാരണ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഏജ് ലിമിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കേസ് ലോസ് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങേര് ഈ പറയുന്ന സെബിയുടെ ഒരു ഹോൾ ടൈം ഡയറക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടറായിട്ട് അങ്ങേരെ അപ്പോയിന്റ് ചെയ്യാൻ പോവാണ്. അങ്ങേർക്ക് ഇപ്പോൾ 58 വയസ്സായി. ഓക്കെ, സോ അങ്ങേരെ അപ്പോയിന്റ് ചെയ്യാവോ അല്ലെങ്കിൽ അങ്ങേരെ റീ അപ്പോയിന്റ് ചെയ്യാവോ എന്നാണ് ചോദിക്കാൻ പോണേ. അല്ലെങ്കിൽ 58ാമത്തെ വയസ്സിലാണ് അങ്ങേരെ അപ്പോയിന്റ് ചെയ്തത്. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് അങ്ങേരെ ടേം ഓഫ് ഓഫീസ് കഴിഞ്ഞു, അങ്ങേരെ റീ അപ്പോയിന്റ് ചെയ്യാവോ എന്നാണ് ചോദിക്കാറുള്ളത്. സ്ഥിരമായിട്ട് കേസ് ലോസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണത്. സോ ഇവിടെ നമ്മൾ ആൻസർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് 58 വയസ്സ് കഴിഞ്ഞാൽ 59, 60, 61, 62, 63. ഓക്കെ, സോ അങ്ങേരെ 5 വർഷത്തെ ടേം ഓഫ് ഓഫീസ് കഴിയുമ്പോൾ അങ്ങേർക്ക് 63 വയസ്സാവും. അങ്ങേരെ എലിജിബിൾ ആണോ? റീ അപ്പോയിൻമെന്റ് എലിജിബിൾ ആണോ? കാരണം എന്താ? മാക്സിമം എത്ര വയസ്സ് വരെ മാത്രമേ? 65 വയസ്സ് വരെ മാത്രമേ അങ്ങേർക്ക് ഓഫീസിൽ തുടരാൻ പറ്റൂ. പക്ഷേ ഇവിടെ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എലിജിബിൾ ആണ്. ഓക്കെ, അങ്ങനെ റീ അപ്പോയിന്റ് ചെയ്യാം. പക്ഷേ എത്ര വർഷത്തേക്ക് മാത്രം? റീ അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുക്കുന്ന നേരത്ത് അങ്ങേർക്ക് ഇനി 2 വർഷം മാത്രമേ ആ ഓഫീസിൽ ഈ പറയുന്ന ഹോൾ ടൈം മെമ്പറായിട്ടോ അല്ലെങ്കിൽ ചെയർമാനായിട്ടോ തുടരാം. മനസ്സിലായി? സോ അത് ഓർത്തിരിക്കുക. ഈ പറയുന്ന കേസ് ലോസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ ഈ പറയുന്നത് പോലെ 5 വർഷം കഴിഞ്ഞാൽ അങ്ങേരെ റീ അപ്പോയിന്റ് ചെയ്യാം. പക്ഷേ റീ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ആ അടുത്ത ടേമിനകത്ത് കഴിയുമ്പോഴും അങ്ങേർക്ക് 65 വയസ്സ് തന്നെയാണോ അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം 65 വയസ്സ് വരെ മാത്രമേ അങ്ങേർക്ക് ടേം ഓഫ് ഓഫീസ് ഉള്ളൂ. സോ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ അങ്ങേരെ റീ അപ്പോയിന്റ് ചെയ്യാം. റീ അപ്പോയിന്റ് ചെയ്താൽ എത്ര വർഷം മാത്രം? 2 വർഷം മാത്രം. ഓക്കെ, സോ 2 വർഷം കഴിയുമ്പോൾ അങ്ങേർക്ക് 65 വയസ്സാവും. അപ്പോൾ അങ്ങേരെ എന്ത് ചെയ്യണം? ഈ ഓഫീസിൽ നിന്ന് മാറ്റണം. ഓക്കെ, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ആൻഡ് the central government shall have the right to terminate the service of the chairman or any member appointed by it at any time before the expiry of the period of office by giving him notice of not less than 3 months or in writing or 3 months salary and allowance in lieu thereof. അതായത് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും മെമ്പേഴ്സിനെ സെൻട്രൽ ഗവൺമെന്റ് 3 മാസത്തെ നോട്ടീസ് കൊടുത്തിട്ട് പറഞ്ഞു വിടാം. അതായത് ഇന്ന് നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ 3ാമത്തെ മാസം എപ്പോഴാണോ 3 മാസം കംപ്ലീറ്റ് ആവുന്നത് ആ 3 മാസത്തിനുള്ളിൽ അങ്ങേരെ പറഞ്ഞുവിടാം. ഇനി അങ്ങേരെ ഉടനടി തന്നെ ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? 3 മാസത്തെ സാലറിയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന അലവൻസും കാര്യങ്ങളും കൊടുക്കണം. മനസ്സിലായി? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തൊരു ഒരു ഹോൾ ടൈം മെമ്പറാണെന്ന് വിചാരിക്കുക. എനിക്ക് ഇന്ന് സെൻട്രൽ ഗവൺമെൻറ് നോട്ടീസ് തരുവാണ്, അടുത്ത 3 മാസം കഴിയുമ്പോഴേക്കും ഞാൻ ഓഫീസ് വിട്ട് പോകണം എന്ന് പറയുവാണെങ്കിൽ സോ നോ ഇഷ്യൂസ്. ആ 3 മാസം കഴിയുന്നത് വരെ ഞാൻ ഓഫീസിൽ കണ്ടിന്യൂ ചെയ്യുന്നു. 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് പോകുന്നു. നമ്പർ 1. നമ്പർ 2, അങ്ങനെയല്ല, എന്നെ ഇന്ന് തന്നെ അവർ പറഞ്ഞു വിടാനുള്ള തീരുമാനം. ഇന്നാണ് നോട്ടീസ് വന്നത്, ഇന്ന് തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇറങ്ങി കൊടുക്കാം. പക്ഷേ മിനിമം 3 മാസത്തെ സാലറി എങ്കിലും എനിക്ക് എന്ത് തരണം? ഇതിൻ്റെ ഒരു കോമ്പൻസേഷൻ ആയിട്ട്. ഓക്കെ, മിനിമം 3 മാസത്തെ സാലറിയോ അതിൻ്റെ അലവൻസോ കാര്യങ്ങളെല്ലാം എനിക്ക് തരണം. മനസ്സിലായി? 2 പോയിന്റ് ഓർത്തിരിക്കുക. സെബി ആക്ടിനകത്ത് സ്ഥിരമായിട്ട് കേസ് ലോസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ ഏജിൻ്റെ കാര്യം 5 വർഷം ടേം ആണെന്നും ഏജ് 65 ഇയേഴ്സ് ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, റിമൂവൽ ഓഫ് മെമ്പർ ഫ്രം ഓഫീസ് ആസ് പെർ സെക്ഷൻ 6.
Okay, the central government shall remove a member from office if he is adjudicated as insolvent. ആ മെമ്പർ ഇൻസോൾവെന്റ് ആണെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യാം. അൺസൗണ്ട് മൈൻഡ്, അങ്ങനെ അൺസൗണ്ട് മൈൻഡ് ആയെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യാം. ആൻഡ് കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ് വിച്ച് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഇൻവോൾവ്സ് മോറൽ ടർപ്റ്റ്യൂഡ്. ഓക്കെ, അല്ലെങ്കിൽ അതായത് മോറൽ ടർപ്റ്റ്യൂഡിന്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒഫൻസ് അങ്ങനെ കമ്മിറ്റഡ് ആയി, അതല്ലെങ്കിൽ അബ്യൂസ് ഹിസ് പൊസിഷൻ ആസ് ടു റെൻഡർ ഹിസ് കണ്ടിന്യൂവേഷൻ ഇൻ ഓഫീസ് ഡിറ്റർമിൻഡ് ടു ദ പബ്ലിക് ഇൻട്രസ്റ്റ്, പബ്ലിക് ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് അങ്ങനെ പെരുമാറി. ഓക്കെ, ഇത്രയും സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന് അങ്ങേരെ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി അവിടെ പറയുന്ന ഒരു കാര്യം നോക്കിയേ, നോ മെമ്പർ ഷാൾ ബി റിമൂവ്ഡ് അണ്ടർ പോയിന്റ് നമ്പർ 4. ദാറ്റ് മീൻസ് ഈ പറയുന്ന അങ്ങേരുടെ പ്രവൃത്തി പബ്ലിക് ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആണ് എന്നുള്ളൊരു തോന്നലാണ് നമ്മൾ ഈ പറയുന്ന നോട്ടീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അങ്ങേരെ റിമൂവ് ചെയ്യണേ. സോ അങ്ങനെ റിമൂവ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? അങ്ങേർക്ക് അൺലെസ് he has been given a reasonable opportunity of being heard in the matter. മനസ്സിലായി? അതായത് ഈ പറഞ്ഞ 4 പോയിന്റിനകത്ത് ലാസ്റ്റ് പോയിന്റിന് മാത്രമാണ് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. ബാക്കിയുള്ള 3 കേസുകളാണെങ്കിലും അങ്ങേർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണ്ട, അങ്ങേർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണ്ട. ഏതിനൊക്കെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻസോൾവെന്റ് ആവുകയാണെങ്കിലോ അൺസോൾഡ് മൈൻഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒഫൻസ് കൺവിക്ട് ചെയ്താലോ ഓക്കെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണ്ട. പക്ഷേ അങ്ങേരുടെ പ്രവൃത്തി പബ്ലിക് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഓക്കെ ആ ഒരു സാഹചര്യത്തിലാണ് അങ്ങേരെ ഈ പറയുന്ന ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ആ റിമൂവലിന് മുമ്പ് അങ്ങേർക്ക് എന്ത് കൊടുക്കണം? ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. മനസ്സിലായി? അങ്ങേർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കേട്ടതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? റിമൂവ് ചെയ്യാവൂ. ഓക്കെ, സോ സെക്ഷൻ 4, 5, 6 മൂന്നും ഈ പറയുന്ന പോലെ ഓഫീസും അല്ലെങ്കിൽ ഈ പറയുന്ന മെമ്പേഴ്സിനെയും അവരുടെ കോമ്പോസിഷനെയും റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, മീറ്റിംഗ്. Okay, okay, the first one, the time and place of meeting including quorum as may be provided by the regulations, and the second one, chairman shall preside at meeting. Okay, chairman ആണ് മീറ്റിംഗിനെ പ്രിസൈഡ് ചെയ്യുന്നത്. any other member chosen by members present. ഇനി ഈ പറയുന്ന പോലെ ചെയർമാൻ അന്ന് വന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആരാണ് പ്രിസൈഡിംഗ് ഓഫീസർ? ഈ മീറ്റിംഗിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആരാന്ന് വെച്ചാൽ ആരാണോ അല്ലെങ്കിൽ ആ മീറ്റിംഗിനകത്ത് വന്നിരിക്കുന്ന മെമ്പേഴ്സിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം, എന്നിട്ട് അങ്ങേരെ പ്രിസൈഡിംഗ് ഓഫീസർ ആവും. ആൻഡ് തേർഡ് വൺ, ഡിസിഷൻ ബൈ മെജോറിറ്റി. അതായത് ഈ പറയുന്ന ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് സെബിയുടെ ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് എല്ലാ തീരുമാനം എടുക്കുന്നതും ഈ പറയുന്ന പോലെ മെജോറിറ്റി വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഓക്കെ, ഇനി അങ്ങനെ മെജോറിറ്റി എന്ന് പറയുന്ന സാധനം ഈക്വൽ ആയി എന്ന് വിചാരിക്കുക, വോട്ടിംഗ് ഈക്വൽ ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ദ പ്രിസൈഡിംഗ് ഓഫീസർ ഷാൾ ഹാവ് ദ സെക്കൻഡ് ആൻഡ് കാസ്റ്റിംഗ് ഔട്ട്. സോ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ആർക്ക് തീരുമാനം എടുക്കാം അല്ലെങ്കിൽ ആർക്കൊരു സെക്കൻഡ് ഔട്ട് കൊടുക്കും? ഈ പറയുന്ന പ്രിസൈഡിംഗ് ഓഫീസർ കൊടുക്കും. ഓക്കെ, ദ ഫസ്റ്റ് വൺ, മീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ എവിടെയാണ്, എപ്പോഴാണ്, അതിനകത്ത് മിനിമം എത്ര പേര് വേണം, ദാറ്റ് മീൻസ് കോറം. ഓക്കെ, എത്ര പേര് വേണം എന്നെല്ലാം ഏത് പ്രകാരമുള്ളതാണ്? റെഗുലേഷൻസ് പ്രകാരമുള്ളതാണ്. നമ്പർ 1. ആൻഡ് നമ്പർ 2, ഈ പറഞ്ഞതുപോലെ മീറ്റിങ്ങിനെ പ്രിസൈഡ് ചെയ്യുന്നത് എപ്പോഴും പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ടുള്ള ചെയർമാൻ തന്നെ ആയിരിക്കും. ഇനി ചെയർമാൻ വന്നിട്ടില്ലെങ്കിൽ ആ വന്നിരിക്കുന്ന മെമ്പേഴ്സിൽ നിന്ന് ഒരാളെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് തിരഞ്ഞെടുക്കാം. ആൻഡ് ദ തേർഡ് വൺ, മീറ്റിങ്ങിനകത്തുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ പറയുന്ന മെജോറിറ്റി വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഓക്കെ, ഇനി ഏതെങ്കിലും കേസിനകത്ത് മെജോറിറ്റി വോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു ഇക്വാലിറ്റി കയറി വന്നതാണ്. അവിടെ ആർക്ക് തീരുമാനമെടുക്കാം അല്ലെങ്കിൽ ആർക്ക് ഒരു സെക്കൻഡ് വോട്ടിനുള്ള സാധ്യതയുണ്ട്? ഈ പറയുന്ന പ്രിസൈഡിംഗ് ഓഫീസർ, അത് ചെയർമാനോ അല്ലെങ്കിൽ ചെയർമാൻ്റെ അഭാവത്തിൽ വേറെ ആരാണോ പ്രിസൈഡ് ചെയ്യുന്നത് ആ പ്രിസൈഡിംഗ് ഓഫീസർക്ക് തീരുമാനമെടുക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ആസ് പെർ സെക്ഷൻ 7 നമുക്ക് മീറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, മെമ്പർ നോട്ട് ടു പാർട്ടിസിപ്പേറ്റ്. ആസ് പെർ സെക്ഷൻ 7A ഒരു മീറ്റിങ്ങിനകത്ത് തീർച്ചയായിട്ടും അതിപ്പോൾ ഏതിൻ്റെ ആണെങ്കിലും, ഇപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള മീറ്റിംഗ് ആണെങ്കിലും ആ മീറ്റിങ്ങിനകത്ത് കൂടിയിരിക്കുന്ന മെമ്പേഴ്സ് ആണ് ഒരു ഡിസിഷൻ എടുക്കണേ, അല്ലേ? പക്ഷേ ആസ് പെർ സെക്ഷൻ 7A നമ്മളോട് പറയുന്നത് മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതായത് മെമ്പേഴ്സ് പ്രസന്റ് ആണെങ്കിൽ പോലും ചില കാര്യങ്ങൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ചില സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ മെമ്പേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ബട്ട് എനി മെമ്പർ ഹു ഈസ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി and who has such a director has been any direct or indirect pecuniary interest in any matter coming up for the consideration at a meeting of the board shall disclose the nature of his interest at such a meeting, and such a disclosure shall be recorded in the proceedings of the board, and the member shall not take part in any deliberation or decision of the board with respect to that matter. മനസ്സിലായോ? അതായത് ഇപ്പോൾ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടറാണ് ഞാൻ. ഓക്കെ, ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ബോർഡിലെ ഒരു മെമ്പറും കൂടെയാണ്. ഏത് ബോർഡിൻ്റെ? സെബിയുടെ ഒരു മെമ്പറും കൂടെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, എങ്ങനെയായിരുന്നു? എ എന്ന് പറയുന്ന കമ്പനിയുടെ ഡയറക്ടറാണ് ഞാൻ,
ഞാൻ സെബിയുടെ മെമ്പറും കൂടെയാണ്. സോ എന്തോ ഒരു അലിഗേഷൻസിൻ്റെ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എ ലിമിറ്റഡിൻ്റെ കാര്യമാണ് തീരുമാനിക്കാൻ ഇപ്പോൾ ബോർഡിനകത്ത് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് കൂടിയിരിക്കുന്നത് എ ലിമിറ്റഡിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അല്ലേ, എ ലിമിറ്റഡ് ഡയറക്ടറാണ് ഞാൻ. സോ ഇവിടെ നോക്കിയേ, ഇവിടെ പബ്ലിക് ഇൻട്രസ്റ്റിനോ അല്ലെങ്കിൽ ഈ പറയുന്ന സെബിയുടെയോ ബാക്കിയുള്ള കാര്യങ്ങളെക്കാൾ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ കമ്പനിക്ക് തന്നെ ആയിരിക്കും. ആണോ? എ ലിമിറ്റഡ് ഇനി തുടരണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം എടുക്കാനാണ് ഈ ബോഡി വെച്ചിട്ടുള്ളതെങ്കിൽ ഞാൻ എ ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ആയതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് എ ലിമിറ്റഡിനെ ഫേവർ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മളോട് പറയുന്നത് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ പ്രൊസീഡിങ്സിനകത്ത് ഞാൻ പറഞ്ഞിരിക്കണം, ഞാൻ ഈ പറയുന്ന പോലെ എ ലിമിറ്റഡിൻ്റെ ഡയറക്ടറാണ്, എനിക്ക് എ ലിമിറ്റഡുമായിട്ട് ഇത്രയും ഒരു പെക്യൂണറി ഇൻട്രസ്റ്റ്, ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇത്രയും രൂപയുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കണം. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരിക്കണം. ആൻഡ് ഓക്കെ, ഷാൾ നോട്ട് ടേക്ക് എനി പാർട്ട് ഇൻ ദ ഡെലിബറേഷൻ ഓർ ഡിസിഷൻ ഓഫ് ദ ബോർഡ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് മാറ്റർ. ഇനി അങ്ങനെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള മാറ്റേഴ്സിനകത്ത് ഞാൻ എന്ത് ചെയ്യാനും പാടില്ല, അല്ലെങ്കിൽ എൻ്റെ വോട്ടിംഗ് പാടില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഡിസിഷൻ എടുക്കാനും പാടില്ല, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിനോട് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തോടു കൂടി ഒരു ഡിസിഷൻ എടുക്കാനും പാടില്ല. മനസ്സിലായോ? സോ ഇവിടെ പറഞ്ഞത് എന്തായിരുന്നു, ഞാനൊരു കമ്പനിയുടെ ഡയറക്ടറാണ്, ആ കമ്പനിയുടെ കാര്യമാണ് ഇപ്പോൾ തീരുമാനിക്കണേ. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ പദവി എന്താണെന്നും എനിക്ക് ആ കമ്പനിയുമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് എത്രയാണെന്നും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി അതുമായിട്ട് ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നതെങ്കിൽ ഓക്കെ, എനിക്ക് അവിടെ വോട്ട് ചെയ്യാനുള്ള അധികാരവുമില്ല. മനസ്സിലായോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, vacancies etc. not to be invalidate proceedings of the SEBI as per section 8. അതായത് നോക്കേ, no act or proceeding of the SEBI shall be invalid merely by the reason of any vacancy in or any defect in the constitution of the board. Number 2, any defect in the appointment of a person acting as a member of the board. And third one, any irregularity in the procedures of the board not affecting the merits of the case. അതായത് ആ കേസിനെ ബാധിക്കാത്തതാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ മെമ്പേഴ്സിൻ്റെ വേക്കൻസിയോ ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെയർമാൻ്റെ വേക്കൻസിയോ അല്ലെങ്കിൽ വേറെ ബോർഡ് മീറ്റിങ്ങിനകത്ത് കയറി വരുന്ന ഏതെങ്കിലും റെഗുലേഷൻസ് എന്ത് ചെയ്യാതിരിക്കുകയോ കണ്ടിന്യൂ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അത് പാലിക്കാതിരിക്കുകയോ ചെയ്യുന്നത് എന്തല്ല, വേക്കൻസീസ് നോട്ട് ടു ബി ഇൻവാലിഡേറ്റ് പ്രൊസീഡിങ്സ് ഓഫ് ദ സെബി. അതായത് അത് സെബിയുടെ പ്രൊസീഡിങ്സിന് ഇൻവാലിഡ് അല്ല, അല്ലെങ്കിൽ സെബി ചെയ്ത പ്രൊസീഡിങ്സിന് ഇൻവാലിഡ് അല്ല. ഓക്കെ, ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയാം, എ ലിമിറ്റഡിൻ്റെ ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോർഡ് മീറ്റിംഗ് കൂടിയത്. പക്ഷേ ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് എ ലിമിറ്റഡ് ഇനി തുടരാണ്ടെന്നും അല്ലെങ്കിൽ എ ലിമിറ്റഡ് സെക്യൂരിറ്റി മാർക്കറ്റിനകത്ത് കാണിക്കുന്നതെല്ലാം ഫ്രോഡായിട്ടുള്ള പരിപാടിയാണെന്നും എ ലിമിറ്റഡിന് ഇനി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനുള്ള യാതൊരുവിധ അധികാരവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കൂടിയിരിക്കുന്ന ബോർഡ് മീറ്റിങ്ങിനകത്തുള്ള എല്ലാ മെമ്പേഴ്സും കൂടെ സൈൻ ചെയ്ത് എ ലിമിറ്റഡിനെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അവിടെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ മെമ്പേഴ്സും അന്ന് പ്രസന്റ് ആയിരുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ചെയർമാൻ അന്ന് പ്രസന്റ് ആയിരുന്നില്ല, ചെയർമാൻ്റെ അഭാവത്തിൽ പ്രിസൈഡിംഗ് ഓഫീസറാണ് ചെയ്തിരുന്നത്. സോ എ ലിമിറ്റഡ് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ചെയർമാൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് എൻ്റെ കമ്പനിയുടെ കാര്യങ്ങൾ തീരുമാനിച്ചതെന്ന് പറഞ്ഞിട്ട് എ ലിമിറ്റഡിൻ്റെ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യാൻ പോകുക, കംപ്ലൈൻറ്റ് കൊടുക്കുക. സോ ഇവിടെ പറയുന്നത് അങ്ങനെ മീറ്റിങ്ങിനകത്തുള്ള പോരായ്മകൾ കൊണ്ട് സെബി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇൻവാലിഡേറ്റ് അല്ല. ദാറ്റ് മീൻസ് എ ലിമിറ്റഡിന് അല്ലെങ്കിൽ എ ലിമിറ്റഡിൻ്റെ ഡയറക്ടേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഏതിനെ ബാധിക്കില്ല എന്ന് മാത്രം. അതാണ് ലാസ്റ്റ് പറഞ്ഞത്, നോട്ട് അഫക്റ്റിംഗ് ദ മെറിറ്റ്സ് ഓഫ് ദ കേസ്. ഓക്കെ, ആ കേസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓക്കെ, അതർവൈസ് അല്ലാതെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എന്തെങ്കിലും തരത്തിലുള്ള ആബ്സെൻസോ കോറം ഉണ്ടാവാതിരിക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊസീഡിങ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ സെബിയുടെ അല്ലെങ്കിൽ സെബി പ്രകാരം അതിന് ഇൻവാലിഡേറ്റ് ആണെന്ന് പറയാൻ പാടില്ല. ഓക്കെ, and the next one, transfer of asset, liabilities etc. of the existing securities and exchange board to the board as per section 10. okay, അതായത് സെക്ഷൻ 10-നകത്ത് പറയുന്നത് ഈ പറഞ്ഞ സെബി ആക്ട് 1992 വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സെക്യൂരിറ്റീസ് മാർക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത് അന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ പറയുന്ന സെക്യൂരിറ്റീസ് ബോർഡിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായി? സോ അതിനകത്ത് കുറച്ചും കൂടെ വ്യക്തതയും ക്ലാരിറ്റിയും അല്ലെങ്കിൽ കുറച്ചും കൂടെ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സെബി ആക്ട് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നത്. ആഫ്റ്റർ സെബി ആക്ട് നേരത്തെ ഉണ്ടായിരിക്കുന്ന ബോർഡിന്റെ അസറ്റും ലയബിലിറ്റീസും എല്ലാം ഏതിനകത്തോട്ട്, പുതിയ ബോർഡിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായി? ഈ പറഞ്ഞതുപോലെ സെക്ഷൻ 10-നകത്ത് പറയുന്നത് അത് തന്നെയാണ്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആഫ്റ്റർ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആക്ട് ഓക്കെ, അല്ലെങ്കിൽ സെബി ആക്ട്, സെക്യൂരിറ്റി മാർക്കറ്റ് ആക്ട് അല്ല, സെബി ആക്ട് വരുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന ബോർഡിൻ്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഏതിലോട്ട് വരും, ഈ പറഞ്ഞിരിക്കുന്ന പുതിയ ബോർഡിലോട്ട് വരും. ഓക്കെ, ആസ് പെർ സെക്ഷൻ 10. ഓക്കെ,
Chapter 3 deals with the transfer of assets, liabilities, etc. to the existing Securities and Exchange Board to the board. Okay, Section 10 stipulates that on and from the date of establishment of the board. Okay, that means ഈ ബോർഡ് സെബി എന്ന് പറയുന്ന ബോർഡ് വന്നതിന് ശേഷം ഓക്കെ ഓൾ പ്രോപ്പർട്ടീസ് ആൻഡ് അസറ്റ്സ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ, അതായത് പഴയ ബോർഡിന്റെ മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് എല്ലാം ഏതിലോട്ട് വന്നു, ഓട്ടോമാറ്റിക്കലി പുതിയ ബോർഡിലോട്ട് വന്നു. ആൻഡ് ഓൾ റൈറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്, എല്ലാ റൈറ്റ്സും ലൈബിലിറ്റീസും വന്നു. ആൻഡ് ഓൾ ഡെബ്റ്റ്സ്, ഒബ്ലിഗേഷൻ, ലൈബിലിറ്റീസ് ഇൻകേർഡ് ആൻഡ് ഓൾ കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ആൻഡ് ഓൾ മാറ്റേഴ്സ് ആൻഡ് that things engaged to be done by, with or for the existing Securities and Exchange Board, and all sum of money due to the existing Securities and Exchange Board, and all suit and other legal proceedings. ഓക്കെ, സോ നോക്കി ഇത്രയും കാര്യങ്ങൾ നിലവിലുള്ള സെക്യൂരിറ്റീസ് ആൻഡ് നിലവിലുള്ള സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഏതിലോട്ട് വന്നു, ഈ പറയുന്ന സെബിയിലോട്ട് കയറി. ഓക്കെ, സോ എളുപ്പമാണ് ഈ പറയുന്നത് പോലെ ആസ് പെർ സെക്ഷൻ 10 ഈ ഇങ്ങനൊരു ബോർഡ് അല്ലെങ്കിൽ ഇങ്ങനൊരു ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരിക്കുന്ന ബോർഡിൻ്റെ അസറ്റ്, ലൈബിലിറ്റീസ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഒബ്ലിഗേഷൻസ് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഏതിലോട്ട് വന്നു, പുതിയ ബോർഡിലോട്ട് വന്നു. ഓക്കെ, അവിടെ ഡൗട്ട് വരുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ കേസ്. നിലവിലുള്ള സെബിയുടെ അല്ലെങ്കിൽ നിലവിലുള്ള ബോർഡിലെ എംപ്ലോയീസിനെ ഈ പറയുന്ന പുതിയ ആക്ട് പ്രകാരം എടുക്കുകയില്ലയോ? ഓക്കെ, അതാണ് ലാസ്റ്റ് നോക്കി. എവറി എംപ്ലോയി ഹോൾഡിംഗ് എനി ഓഫീസർ അണ്ടർ ദ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ്, അവിടെ ഒരു 6 മാസത്തെ പറയുന്നുണ്ട്. അതായത് പഴയ എംപ്ലോയീസ് എല്ലാം ഓട്ടോമാറ്റിക്കലി പുതിയ എംപ്ലോയീസ് ആയിട്ട് മാറും. ഓക്കെ, അവിടെ എംപ്ലോയീസിന് ഡിസിഷൻ എടുക്കാൻ ഒരു 6 മാസം സമയം കൂടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി? അതായത് പഴയ ബോർഡിൽ ഉണ്ടായിരിക്കുന്ന മെമ്പേഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ, മെമ്പേഴ്സ് അല്ല, പഴയ ബോർഡിനകത്ത് ഉണ്ടായിരിക്കുന്ന എംപ്ലോയീസിനെ എല്ലാവരെയും പുതിയ ബോർഡിലോട്ട്, ഈ പറയുന്ന ഒരു ആക്ട് വന്നതിന് ശേഷമുള്ള പുതിയ ബോർഡിലോട്ട് നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. പക്ഷേ അവിടെ എംപ്ലോയീസിന് തീരുമാനിക്കാം. എംപ്ലോയീസിന് ഒരു 6 മാസം സമയം കൊടുത്തിട്ടുണ്ട്. ആ 6 മാസത്തിനുള്ളിൽ അവർക്ക് ഈ പറയുന്നത് പോലെ പുതിയ ബോർഡിൻ്റെ റെഗുലേഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ റൂൾസ് അനുസരിച്ച് അവർക്ക് കണ്ടിന്യൂ ചെയ്യണോ അതോ ഇവിടുന്ന് നിർത്തി പോകണോ എന്ന് ആർക്ക് തീരുമാനിക്കാം? ഈ പറഞ്ഞിരിക്കുന്ന ബോർഡിന് തീരുമാനിക്കാം, എംപ്ലോയീസിന് തീരുമാനിക്കാം. ഓക്കെ, ആസ് പെർ സെക്ഷൻ 10. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഓക്കെ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആസ് പെർ സെക്ഷൻ 12. ഇവിടെ കുറേ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആസ് പെർ സെക്ഷൻ 12 നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഏത് തരത്തിലുള്ള ഇന്റർമീഡിയറി ആണെങ്കിലും ശരി, അത് ബ്രോക്കേഴ്സോ സബ് ബ്രോക്കേഴ്സോ ആരാണെങ്കിലും ശരി, ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്ന ഏത് ഇന്റർമീഡിയറി ആണെങ്കിലും ശരി, അവർ നിർബന്ധമായിട്ടും ഏതെടുത്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. സെബി ആക്ട് പ്രകാരം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡിൽ നിന്ന് അവർ എന്തെടുത്തേ പറ്റൂ? രജിസ്ട്രേഷൻ എടുത്തേ പറ്റൂ. മനസ്സിലായി? സോ സെക്യൂരിറ്റീസ് മാർക്കറ്റിനകത്ത് കളിക്കുന്ന ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കയറി വരുന്ന ഏത് ഇന്റർമീഡിയറീസ് ആണെങ്കിലും അവർ എവിടുന്ന് ഈ പറയുന്ന സെബിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആക്ട് പ്രകാരം എന്തെടുത്തേ പറ്റൂ? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുത്തേ പറ്റൂ. അതിനകത്ത് ഒരു കേസ് പറയുന്നു. ഓക്കെ, ഇന്റർമീഡിയറ്റ് who may be associated with the securities market immediately before the establishment of the board, for which no registration certificate was necessary prior to such establishment, may continue to do so for a period of 3 months. മനസ്സിലായോ? ഒരു 3 മാസത്തെ കാലാവധി കൊടുത്തിരിക്കുന്നത്. ഫ്രം സച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ഓർ ഇഫ് ഹി ഹാസ് മെയ്ഡ് ആൻ അപ്ലിക്കേഷൻ ഫോർ സച്ച് രജിസ്ട്രേഷൻ വിത്തിൻ ദ സെഡ് പീരീഡ് ഓഫ് 3 months ടിൽ ദ ഡിസ്പോസൽ ഓഫ് സച്ച് അപ്ലിക്കേഷൻ. അതായത് നേരത്തെ നമ്മൾ ഈ പറയുന്ന അസറ്റും ലൈബിലിറ്റീസും റൈറ്റ്സും ഒബ്ലിഗേഷൻസും എല്ലാം മാറ്റിയതുപോലെ തന്നെ പഴയ ആക്ട് പ്രകാരം, ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന സെബി ആക്ട് വരുന്നതിന് മുമ്പുണ്ടാവുന്ന പഴയ നിയമപ്രകാരം അല്ലെങ്കിൽ പഴയ ബോർഡിന്റെ റൂൾസ് പ്രകാരം ഒരാൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ എന്ത് വേണം എന്നില്ല, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്നില്ല എന്നുള്ള കേസ് വരികയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ മാത്രം, ഓക്കെ, ഇവിടെ നോക്കി പുതിയ ആക്ട് വന്നതിന് ശേഷം ഇവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആസ് പെർ ദ ന്യൂ പ്രൊവിഷൻസ് ആൻഡ് ന്യൂ റൂൾസ് ഇവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, സോ ഇവിടെ പറയുന്നത് അങ്ങനെ നിങ്ങൾ ഒരു ഇന്റർമീഡിയറി ആയിരുന്നു, പഴയ ആക്ട് പ്രകാരം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നില്ല, പക്ഷേ പുതിയ നിയമം വന്ന് 3 മാസത്തിനുള്ളിൽ നിങ്ങൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം. ഓക്കെ, അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ 3 മാസം കഴിയുമ്പം നിങ്ങളുടെ കാലാവധി തീരും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഇന്റർമീഡിയറി ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. നമ്പർ 1. നമ്പർ 2, ഇനി 3 മാസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. 3 മാസം കൊണ്ട് രജിസ്ട്രേഷൻ കിട്ടിയില്ല, പക്ഷേ രജിസ്ട്രേഷനുള്ള അപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പറയുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സർവീസ് തുടരാം. എപ്പോൾ വരെ? ബോർഡ് ഈ പറയുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ അപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്യുന്നത് വരെ. മനസ്സിലായി? അവരത് എഗ്രി ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ബോർഡ് നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനുള്ള അപ്ലിക്കേഷൻ എഗ്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതർവൈസ് അവരത് ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ പറഞ്ഞ കാര്യം, നിങ്ങളൊരു ഇന്റർമീഡിയറി ആണ്, നിങ്ങൾക്ക് പഴയ ആക്ട് പ്രകാരം അല്ലെങ്കിൽ പഴയ ബോർഡിൻ്റെ റൂൾ പ്രകാരം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ട?
ഇൻ്റർമീഡിയറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട. പക്ഷേ പുതിയ പ്രൊവിഷൻസും പുതിയ റൂൾസും പുതിയ ആക്റ്റും വന്നപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തേ പറ്റൂ. സോ നിങ്ങൾക്ക് അവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. പുതിയ ആക്ട് വന്ന് 3 മാസം വരെ. 3 മാസത്തിനുള്ളിൽ നിങ്ങൾ രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് അവിടുന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. ഇനി 3 മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ നിങ്ങളുടെ അപ്ലിക്കേഷൻ അവർ ഡിസ്പോസ് ചെയ്യുന്നത്, ഓക്കെ, നിങ്ങളുടെ അപ്ലിക്കേഷൻ അവർ സ്വീകരിക്കുന്നില്ല, തള്ളിക്കളയുകയാണെങ്കിൽ ആ തള്ളിക്കളയുന്ന ഡേറ്റ് വരെ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാം. തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായെങ്കിൽ ദ നെക്സ്റ്റ് വൺ ആസ് പെർ സെക്ഷൻ 12A നമ്മളോട് പറയുന്നത് ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ നോക്കേ, നോ പേഴ്സൺ ഷാൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി use or employ in connection with the issue, purchase or sale of any securities listed or proposes to be listed on a recognized stock exchange. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് പർച്ചേസോ സെയിലോ ചെയ്യുന്ന നേരത്ത് any manipulative or deceptive or contravenes of the provisions of this act or the rules or the regulation made thereunder. That means ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. Number 1. Number 2, employ any device, scheme or artifice to defraud in connection with the issue of dealing in securities which are listed or proposes to be listed on a recognized stock exchange. That means stock exchange ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റീസിൽ നിന്ന് ഒരു എന്താ പറയുക, വഞ്ചനാപരമായിട്ടുള്ള ഒരു നേട്ടം മനസ്സിലായി. അതായത് നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു നേട്ടം കള്ളത്തരത്തിൽ കൂടെ വഞ്ചിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പാടില്ല. And the third one, engage in any act or practice, course of business which operate or would operate as a fraud in connection with the issue dealing in securities which are listed or proposes to be listed in a recognized stock exchange in contravention of the provision of this act, rules or the regulation thereof. അതായത് എന്ത് ചെയ്യാൻ പാടില്ല, ഓപ്പറേറ്റ് ആസ് എ ഫ്രോഡ്, കള്ളത്തരങ്ങൾ കാണിക്കാൻ പാടില്ല. ഈ പറയുന്ന പോലെ സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന സമയത്ത് കള്ളത്തരങ്ങൾ കാണിക്കാൻ പാടില്ല. മനസ്സിലായി? സോ സെക്ഷൻ 12A പ്രകാരം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ കഴിഞ്ഞിട്ടില്ല, നോക്കേ, എൻഗേജ് ഇൻ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് വെച്ചാൽ അറിയാലോ. ദാറ്റ് മീൻസ് നമുക്കൊരു ഫേവർ ആവുന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പാടില്ല. മനസ്സിലായി? അല്ലെങ്കിൽ നമുക്ക് മാത്രമേ ഫേവർ ആവുള്ളൂ അല്ലെങ്കിൽ ഫേവർ ആവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു കള്ളത്തരത്തിൽ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പാടില്ല. ആൻഡ് ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് വൈൽ ഇൻ പൊസിഷൻ ഓഫ് മെറ്റീരിയൽ ഓർ നോൺ പബ്ലിക് ഇൻഫർമേഷൻ, അതായത് നമ്മുടെ കൈവശം ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽ ആയിട്ടോ അല്ലെങ്കിൽ നോൺ പബ്ലിക് ഇൻഫർമേഷൻ നമ്മുടെ കൈവശമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യാൻ പോവാണ്. ഓർ കമ്മ്യൂണിക്കേറ്റ് സച്ച് മെറ്റീരിയൽ ഓർ നോൺ പബ്ലിക് ഇൻഫർമേഷൻ ടു എനി അതർ പേഴ്സൺ, അല്ലെങ്കിൽ അങ്ങനെ കൈവശമുള്ള നോൺ പബ്ലിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സർക്കുലേറ്റ് ചെയ്യുന്നു ഇൻ എ മാനർ വിച്ച് ഈസ് കോൺട്രവെൻഷൻസ് ഓഫ് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. ഏതിന് എഗെയിൻസ്റ്റ് ആയിട്ട്? ഈ പറയുന്ന ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട്. ആൻഡ് അക്യൂർ control of any company or securities more than the percentage of equity share capital of a company. അതായത് അവർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കമ്പനി അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന മെൻഷൻ ചെയ്തിരിക്കുന്ന പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ നമ്മൾ എന്ത് കൈവശം വെക്കുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൈവശം വെക്കുക. ഹൂസ് സെക്യൂരിറ്റീസ് ആർ ലിസ്റ്റഡ് ഓർ പ്രൊപ്പോസസ് ടു ബി ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏതിനകത്ത്? ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ കമ്പനീസിന് അവർ പറഞ്ഞിരിക്കുന്ന മെൻഷൻ ചെയ്തിരിക്കുന്ന നിയമപ്രകാരമുള്ളതിനേക്കാൾ പെർസെൻറ്റേജ് നമ്മൾ എന്ത് കൈവശം വെക്കുക, സെക്യൂരിറ്റീസ് കൈവശം വെക്കുക. ഓക്കെ, അതായത് ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ ഈ പറയുന്ന ആക്ടിനും ഈ ആക്ടിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ള റൂൾസിനും റെഗുലേഷൻസിനും എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആസ് പെർ സെക്ഷൻ 12A എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ദാറ്റ് മീൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഡിഫോൾട്ടിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വരുത്തുകയാണെങ്കിൽ, നോക്കി ആസ് പെർ സെക്ഷൻ 15, ഓക്കെ, ഇതിനോട് പറയുന്നത് പെനാൽറ്റീസിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് നേരത്തെ 12A പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള പെനാൽറ്റീസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ 15A പ്രകാരം ഫെയിലിയർ ടു ഫർണിഷ് ദ ഇൻഫർമേഷൻ എക്സെട്ര ഓർ ഫയൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. എങ്ങനെ? വിത്തിൻ ടൈം ഓർ ഫോൾസ് ഓർ ഇൻകംപ്ലീറ്റ് റിട്ടേൺ, അതായത് സമയത്ത് നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്തത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് റിട്ടേൺ ആയിരുന്നു. ഓക്കെ, നോക്കി, ഈ കാറ്റഗറിക്കകത്തുള്ള എല്ലാത്തിനകത്തും സിംഗിൾ പെനാൽറ്റിയാണ്. നമുക്ക് ആദ്യം എന്തൊക്കെയാണ് നമ്മുടെ കുറ്റകൃത്യം എന്ന് നോക്കാം. ആൻഡ് സെക്കൻഡ് വൺ, പെനാൽറ്റി ഫോർ ഫെയിലിയർ ബൈ എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെന്റ് വിത്ത് ദ ക്ലയൻസുമായിട്ട് എൻ്റർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ എൻ്റർ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുകയാണെങ്കിൽ. അടുത്തത്, പെനാൽറ്റി ഫോർ ദ ഫെയിലിയർ ടു റിഡ്രസ് ഇൻവെസ്റ്റേഴ്സ് ഗ്രീവൻസ് ഓൺ ഡയറക്ഷൻ ബൈ ദ ബോർഡ്, അതായത് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ പരാതി ഈ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം പരിഹരിച്ചിട്ടില്ലെങ്കിൽ
And penalty for certain defaults in case of a mutual funds in the case and penalty for failure to observe rules and regulations by an asset management companies. അതായത് മ്യൂച്വൽ ഫണ്ട്സിനെ പോലെ തന്നെ ഈ പറയുന്ന പോലെ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചിട്ടില്ലെങ്കിൽ കിട്ടുന്ന പെനാൽറ്റി എത്രയാണെന്ന് നോക്കി. മിനിമം 1 ലക്ഷം രൂപ, മാക്സിമം 1 lakh per day. ഓക്കെ, ഓഫ് ഫെയിലിയർ സബ്ജക്ട് ടു മാക്സിമം ഓഫ് 1 crore. 1 ലക്ഷം രൂപയാണ് മിനിമം. ഓരോ ദിവസം 1 ലക്ഷം രൂപ വെച്ചിട്ട് നമുക്ക് ഈ പെനാൽറ്റി അല്ലെങ്കിൽ ഈ ഡിഫോൾട്ട് കൂടുന്നതനുസരിച്ച് കണ്ടിന്യൂസ് ഒഫൻസ് ആണെങ്കിൽ ഡെയിലി 1 ലക്ഷം രൂപ വെച്ച് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മാക്സിമം നമുക്ക് എത്ര കോടി രൂപ വരെ ചാർജ് ചെയ്യാം? 1 കോടി രൂപ വരെ ചാർജ് ചെയ്യാം. ഓക്കെ, and the next one, penalty for default in case of alternative investment fund and infrastructure investment funds and real estate trust. അതായത് ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റോ ഈ പറയുന്ന റൂൾസ് ഓർ റെഗുലേഷൻസിനകത്ത് എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ നോക്കി, നോട്ട് ലെസ് ദാൻ 1 lakh rupees which may extend to 1 lakh per each day for continuous failure subject to maximum of 1 crore rupees or 3 times of the amount of gains made out of the failure of such failure whichever is high. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 ലക്ഷം രൂപയും 1 കോടി രൂപയും വരെയാണ്, നോ ഡൗട്ട്. ഇവിടെ ഒരു അഡീഷണൽ കാര്യം കൂടെ പറയുന്നത്, അങ്ങനെ 1 കോടി രൂപ എന്ന് പറയുന്ന മാക്സിമം ലിമിറ്റ് വരെയല്ല നിൽക്കണേ. ഇതിൽ നിന്ന് ഇവർ ഏതെങ്കിലും തരത്തിലുള്ള എമൗണ്ട് ഓഫ് ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ 3 ഇരട്ടി വരെ മാക്സിമം നമുക്ക് എന്തായിട്ട് പോവാം? പെനാൽറ്റി ആയിട്ട് പോവാം. ഓക്കെ, സോ ഈ പറയുന്നത് പോലെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടോ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റോ റിയൽ എസ്റ്റേറ്റ് ട്രസ്റ്റോ ആണെങ്കിൽ അവർക്ക് മിനിമം 1 ലക്ഷം രൂപയാണ് പെനാൽറ്റി. അത് 1 കോടി രൂപയോ അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ഡിഫോൾട്ടിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന ഗെയിൻ എത്രയാണോ അതിന്റെ 3 ഇരട്ടി, വിച്ച് അവർ ഈസ് ഹയർ. ഓക്കെ, അത്രയും വരെ പെനാൽറ്റി പോവാം. ആൻഡ് പെനാൽറ്റി ഫോർ ഡിഫോൾട്ട് ഇൻ കേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആൻഡ് ദ റിസർച്ച് അനലിസ്റ്റ് ഫോർ ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് ദ റെഗുലേഷൻസ്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത്. ഇവിടെ നോക്കി, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർക്കോ അല്ലെങ്കിൽ റിസർച്ച് അനലിസ്റ്റിനോ ഈ പറയുന്ന റൂൾസിനോ റെഗുലേഷൻസിനോ എന്തെങ്കിലും തെറ്റായിട്ട് വരുത്തുകയാണെങ്കിൽ നോക്കി, നോട്ട് ലെസ് ദാൻ 1 lakh rupees, മിനിമം 1 ലക്ഷം രൂപ ഫൈനാണ് ഉറപ്പായിട്ടും. ഓക്കെ, റുപ്പീസ് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 lakh rupees each day for the continuous failure subject to maximum of 1 crore. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മിനിമം 1 ലക്ഷം രൂപയും മാക്സിമം ഡെയിലി ഓരോ ലക്ഷം രൂപ വെച്ച് ആഡ് ചെയ്യാം. അങ്ങനെ മാക്സിമം 1 കോടി രൂപ വരെയും ചാർജ് ചെയ്യാം പെനാൽറ്റി ആയിട്ട്. ആൻഡ് പെനാൽറ്റി ഫോർ ഇൻസൈഡർ ട്രേഡിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, നിങ്ങളൊരു ഇന്റർമീഡിയറി ആണ്, നിങ്ങളൊരു ഇൻസൈഡർ ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നോക്കി, നോട്ട് ലെസ് ദാൻ 10 lakhs, മിനിമം 10 ലക്ഷം രൂപയാണ് ഇൻസൈഡർ ട്രേഡിംഗ് ആണെങ്കിൽ. ബട്ട് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 25 crore or 3 times of the amount of profit made out of the insider trading whichever is high. മിനിമം 10 ഇൻസൈഡർ ട്രേഡിംഗ് ആണെങ്കിൽ മിനിമം 10 ലക്ഷം രൂപയും മാക്സിമം എത്ര വരെ? 25 കോടി രൂപ. അതല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഗെയിൻ എത്രയാണോ അതിന്റെ 3 times വിച്ച് അവർ ഈസ് ഹൈ, അത്രയും വരെ മാക്സിമം നമുക്ക് എന്ത് പെനാൽറ്റി കിട്ടും. മനസ്സിലായി? ആൻഡ് നെക്സ്റ്റ് വൺ, fails to issue contract notes not less than 1 lakh rupees and fails to deliver any security or fails to make payment. Okay, security delivery ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ് കൊടുത്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ not less than 1 lakh which may extend to 1 lakh per day for the continuous failure subject to maximum of 1 crore and charges in excess of the brokerage specified. ബ്രോക്കറേജ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ബ്രോക്കറേജിനേക്കാൾ കൂടുതൽ നമ്മൾ ബ്രോക്കറേജ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, നോട്ട് ലെസ് ദാൻ 1 lakh and may extend to 5 times of the brokerage. ഓക്കെ, മിനിമം 1 ലക്ഷം എത്രയാണോ ബ്രോക്കറേജ് അതിന്റെ 5 ഇരട്ടി വരെ പെനാൽറ്റി ചാർജ് ചെയ്യാം. ആൻഡ് പെനാൽറ്റി ഫോർ നോൺ ഡിസ്ക്ലോഷർ ഓഫ് അക്വിസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവേഴ്സ്. ഓക്കെ, ഈ ടേക്ക് ഓവർ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് ലെസ് ദാൻ 10 lakhs. ഓക്കെ, ഇൻസൈഡർ ട്രേഡിംഗ് പോലെ തന്നെയാണ്, നോട്ട് ലെസ് ദാൻ 10 lakhs but which may extend to 25 crore or 3 times of the amount of profit made out of the insider trading whichever is higher. മനസ്സിലായി? And next one, penalty for fraudulent and unfair trade practices. Okay, അങ്ങനെയാണെങ്കിൽ not less than 5 lakh which may be extended to rupees 25 crore or 3 times of the amount of profit made out of the insider trading whichever is higher. ഓക്കെ, കോമൺ ആയിട്ട് എല്ലാത്തിനകത്തും ഒരേപോലെ തന്നെയാണ് പറയണേ. ഈ പറയുന്നത് പോലെ ഇൻസൈഡർ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കാരണമാണ് കയറുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളൊരു ഇൻസൈഡർ ട്രേഡിംഗ് ചെയ്ത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ 5 ലക്ഷം തൊട്ട് ഇവിടെ 5 ലക്ഷം തൊട്ട് 25 കോടി രൂപ വരെ പോവാം. എത്ര വരെ? അത് എത്ര വരെ ആവാം? അല്ലെങ്കിൽ ആ മാക്സിമം 25 കോടി എന്ന് പറയുന്നത് എത്ര വരെ ആവാം? അതിൽ നിന്നുണ്ടാവുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ 3 times വരെ ആവാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, പെനാൽറ്റി ഫോർ കോൺട്രവെൻഷൻസ് വേർ നോ സെപ്പറേറ്റ് പെനാൽറ്റി ഹാസ് ബീൻ പ്രൊവൈഡഡ്. അതായത് ഇനി ഈ പറഞ്ഞ കുറ്റങ്ങളൊന്നുമല്ല നിങ്ങൾ ചെയ്തേ, പുതിയതായിട്ട് എന്തെങ്കിലും ആണ് ചെയ്തിട്ടുള്ള എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോട്ട് ലെസ് ദാൻ 1 lakh and may be extended to rupees 1 crore.
ഓക്കെ, അതായത് ഈ 15-നകത്ത് പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് പ്രകാരമുള്ള ഒന്നുമല്ല, നിങ്ങൾ പുതിയതായിട്ട് എന്തൊക്കെയോ തെറ്റുകളാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ 1 ലക്ഷം രൂപ തൊട്ട് 1 കോടി രൂപ വരെ പെനാൽറ്റി വിധിക്കാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പെനാൽറ്റി വിധിക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിനകത്ത് പഠിക്കാനുള്ളത് ഇതിന്റെ അഡ്ജുഡിക്കേഷൻസ് ആണ്. ആരാണ് പെനാൽറ്റി വിധിക്കണേ? ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെനാൽറ്റി വിധിച്ചാൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാൻ പറ്റുമോ? ഇനി അപ്പീലിന് പോകേണ്ടത് എവിടെയാണ്? ആ അപ്പീൽ പോയ ആൾക്കാരും പിന്നെയും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വിധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള അഡ്ജുഡിക്കേഷൻസ് ആണ് ഇനി നോക്കാനുള്ളത്. മനസ്സിലായി? സോ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സെബി ആക്ടിനകത്ത് സെബിയുടെ ഫംഗ്ഷൻസ് പറഞ്ഞു അല്ലേ, അത് കഴിഞ്ഞിട്ട് ആരൊക്കെ ആയിരിക്കണം ഇതിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു, അവരുടെ ഓഫീസ് എങ്ങനെയായിരിക്കണം, അവരുടെ മീറ്റിംഗ് എങ്ങനെയായിരിക്കണം, അതിന്റെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് 12A പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ഡിസ്കസ് ചെയ്തു. ആൻഡ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 15 പ്രകാരം നിങ്ങൾക്ക് എത്രയൊക്കെയാണ് പെനാൽറ്റി കിട്ടാൻ സാധ്യതയുള്ളത് നോക്കി. ഇനി അങ്ങനെ പെനാൽറ്റി നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു പെനാൽറ്റി വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന അഡ്ജുഡിക്കേഷൻസ് ആണ്. ആരാണ് പെനാൽറ്റി വിധിക്കണേ? ഓക്കെ, എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വിധിക്കണേ? അങ്ങനെ പെനാൽറ്റി വിധിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നോക്കാം ഓരോന്നായിട്ട്. ഫസ്റ്റ് വൺ നോക്കി, ദ പ്രൊസീജിയർ ഫോർ അഡ്ജുഡിക്കേഷൻ. അതിനകത്ത് അപ്പോയിൻമെന്റ് ഓഫ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ, അതായത് ഈ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഓർഡർ വിധിക്കുന്നത് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പെനാൽറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറാണ്. സോ ആരാണ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ? മനസ്സിലായി? ഓക്കെ, ദ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ മേ ബി അപ്പോയിന്റഡ് ബൈ ദ സെബി. സെബി അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ആൻഡ് എനി ഓഫീസർ ഓഫ് സെബി നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡിവിഷൻ ചീഫ്. ആരായിരിക്കണം? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡിവിഷൻ ചീഫ് മേ ബി അപ്പോയിന്റഡ് ആസ് ആൻ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ. സെബിയാണ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യണേ. അങ്ങേര് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡിവിഷൻ ചീഫ് ആയിരിക്കണം. ആൻഡ് ദ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഈസ് അപ്പോയിന്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഹോൾഡിംഗ് ആൻഡ് ഇൻക്വയറി ഫോർ ദ പർപ്പസ് ഓഫ് ഇമ്പോസിംഗ് പെനാൽറ്റി അണ്ടർ ദിസ് ആക്ട്. എന്തിനാ പുള്ളിക്കാരനെ നിയമിക്കണേ? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ പെനാൽറ്റി ചാർജ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും പ്രൊസീഡിങ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട്. Okay, and the adjudicating officer shall give a reasonable opportunity of being heard before imposing such a penalty. മനസ്സിലായി? സോ നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ വരെ പെനാൽറ്റി വിധിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറാണ്. മനസ്സിലായി? അതായത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറാണ്. ഈ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡിവിഷൻ ചീഫ്. മനസ്സിലായി? ഡിവിഷൻ ചീഫിനേക്കാൾ മുകളിൽ റാങ്കുള്ള ആളായിരിക്കണം. ആരായിരിക്കണം അപ്പോയിന്റ് ചെയ്യണേ? സെബിയാണ് അപ്പോയിന്റ് ചെയ്യണേ. മനസ്സിലായി? ഇങ്ങനെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പെനാൽറ്റി വിധിക്കുന്ന നേരത്ത് ഓക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്? ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നിങ്ങളിലോട്ട് ഒരു പെനാൽറ്റി ചാർജ് ചെയ്യുന്ന നേരത്ത്, അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് പെനാൽറ്റി നിങ്ങളുടെ മുകളിൽ ചാർജ് ചെയ്യുന്ന നേരത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ് എന്ന് ചെക്ക് ചെയ്യണം. നോക്കാം. The amount of disproportionate gain or unfair advantage wherever quantifiable made as a result of the default. That means അങ്ങനെ ഒരു ഡിഫോൾട്ട് അങ്ങനെ ഈ റൂൾസ് ഓഫ് റെഗുലേഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് ഓക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡിസ്പ്രപ്പോർഷനേറ്റ് ഗെയിൻ അല്ലെങ്കിൽ അൺഫെയർ അഡ്വാൻറ്റേജ് എത്രയാണെന്ന് നോക്കണം. ആൻഡ് ദ എമൗണ്ട് ഓഫ് ലോസ് കോസ്റ്റ് ടു ആൻ ഇൻവെസ്റ്റർ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഡിഫോൾട്ട്. നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഡാമേജസ് ആണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ലോസ് ആണ് ഉണ്ടാവുന്നത്. ആൻഡ് ദ റെപ്യൂട്ടേറ്റീവ് നാച്ചർ ഓഫ് ദി ഡിഫോൾട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂയിങ് ഒഫൻസ് ആണെങ്കിൽ ഡെയിലി 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറാണ് പെനാൽറ്റി ചാർജ് ചെയ്യുന്നത്. അങ്ങനെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ പെനാൽറ്റി ചാർജ് ചെയ്യണമെങ്കിൽ നോക്കി ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യണം. ആ പോയിന്റ് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് 2-3 കിട്ടും അല്ലേ? എത്രയാണ് ഡിഫോൾട്ട്, അല്ലെങ്കിൽ എത്രയാണ് ഇൻവെസ്റ്റേഴ്സിന് ലോസ് ഉണ്ടാവുന്നത്, റെപ്യൂട്ടേറ്റീവ് നാച്ചർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഓക്കെ അങ്ങനെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഓർഡർ വരികയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അടുത്തത് പോകാനുള്ളത് സാറ്റിൻ്റെ അടുത്താണ്. സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന ബോർഡിൻ്റെ അടുത്താണ് നിങ്ങൾക്ക് പോകേണ്ടത്. മനസ്സിലായി? അതായത് നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റാണ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ നിങ്ങൾ ചെയ്തതായിട്ട് വിധിക്കണേ. എന്നിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പെനാൽറ്റി ചാർജ് ചെയ്യുന്നു. നിങ്ങൾക്ക് അപ്പം തന്നെ പെനാൽറ്റി അടയ്ക്കൊന്നും വേണ്ട, നമുക്കൊരു അപ്പീലിന് പോകാം. എവിടെ? ഈ പറയുന്ന സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണലിലോട്ട് നിങ്ങൾക്കൊരു അപ്പീൽ പോവാം. നോക്കാം എന്താണ് നോക്കാം. ഓക്കെ, the central government shall by notification establish a tribunal to be known as Securities Appellate Tribunal to exercise the jurisdiction, power and the authority conferred on it by or under this act or any other law for the time being in force.
ഓക്കെ, ഈ നിയമത്തിന്റെ കീഴിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ അപ്പോയിന്റ് ചെയ്യണേ, ഈ പറയുന്ന സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ അപ്പോയിന്റ് ചെയ്യണേ. ആൻഡ് ദ സെൻട്രൽ ഗവൺമെന്റ് ഷാൾ ഓൾസോ സ്പെസിഫൈ ഇൻ സച്ച് നോട്ടിഫിക്കേഷൻ ദ മാറ്റേഴ്സ് ഇൻ റിലേഷൻ ടു SAT മേ എക്സസൈസ് ജുഡിസിഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ അധികാര പരിധി എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് പ്രൊവിഷൻസ് പ്രകാരം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിന് എഗെയിൻസ്റ്റ് ആയിട്ട് പെനാൽറ്റി പോകേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ആരെടുത്ത, ഈ പറയുന്ന സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിലെടുത്ത. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ദ കോമ്പോസിഷൻ ഓഫ് SAT. അതായത് നമ്മൾ സെബിയുടെ ആ ബോർഡിന്റെ കോമ്പോസിഷൻ പഠിച്ച പോലെ തന്നെ ഈ പറയുന്ന അപ്പലേറ്റ് ട്രൈബ്യൂണലിലും ഒരു ബോർഡുണ്ട്. ആ ബോർഡിനകത്ത് ആരൊക്കെ ആവാം. ഓക്കെ, the SAT shall consist of a presiding officer and such a number of judicial members and technical members as central government may by notification determine. Okay, ഒരു പ്രിസൈഡിംഗ് ഓഫീസറും കൂടാതെ ആവശ്യാനുസരണമുള്ള ടെക്നിക്കൽ ആൻഡ് ജുഡീഷ്യൽ മെമ്പേഴ്സും ഉണ്ടായിരിക്കണം. ആൻഡ് ദ ജുഡിസിഷൻ ഓഫ് SAT may be exercised by the benches thereof. That means ഓരോ ജുഡിസിക്ഷനകത്തുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ട്രൈബ്യൂണലിന്റെ ബെഞ്ചുകളായിരിക്കും. മനസ്സിലായി? ഇനി അങ്ങനെയുള്ള ബെഞ്ചിനകത്ത് ഓക്കെ, എ ബെഞ്ച് മേ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് സാറ്റ് വിത്ത് 2 or more ജുഡീഷ്യൽ ഓർ ടെക്നിക്കൽ മെമ്പേഴ്സ് ആസ് ഹി മേ ഡീം ഫിറ്റ്. മനസ്സിലായി? അതായത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ പറയുന്ന അല്ലെങ്കിൽ ഓരോ ജുഡീഷ്യനകത്തുള്ള ബെഞ്ചുകളാണ് അവിടെയുള്ള കേസുകളും കാര്യങ്ങളും തീരുമാനിക്കണേ. ആ ബെഞ്ച് എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നായിരിക്കാം, ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 2-ൽ കൂടുതൽ ടെക്നിക്കൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ മെമ്പേഴ്സും കൂടെ ചേർന്നായിരിക്കും. ഓക്കെ, സോ ബേസിക് ആയിട്ട് ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഈ പറയുന്ന അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിനെ വെക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെയും SATയുടെയും ഫുൾ കൺട്രോൾ സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇതിൻ്റെ അധികാരപരിധിയും കാര്യങ്ങളെല്ലാം തീരുമാനിക്കണേ. അങ്ങനെ ഒരു SATയുടെ കോമ്പോസിഷനകത്ത് ഈ പറയുന്ന പോലെ ഒരു പ്രിസൈഡിംഗ് ഓഫീസറും ആവശ്യാനുസരണം എന്തുണ്ടായിരിക്കണം, ടെക്നിക്കൽ ഓർ ജുഡീഷ്യൽ മെമ്പേഴ്സും ഉണ്ടായിരിക്കണം. കൂടാതെ ഓരോ ജുഡിഷ്യനകത്തുള്ള ഓരോ ബെഞ്ചുകളാണ് ഈ SATക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ കേസുകൾ കേൾക്കാനും അതിൻ്റെ തുടർ നടപടികളും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി ചെയ്യുന്നത്. ആ ഓരോ ബെഞ്ചിനകത്തും ഓരോ ജുഡിഷ്യനകത്തും കയറി വരുന്ന ഓരോ ബെഞ്ചിനകത്തും ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 2-ൽ കൂടുതൽ വിത്ത് 2 or more ജുഡീഷ്യൽ ഓർ ടെക്നിക്കൽ മെമ്പേഴ്സ്, 2-ൽ കൂടുതൽ ജുഡീഷ്യൽ ഓർ ടെക്നിക്കൽ മെമ്പേഴ്സും ഉണ്ടായിരിക്കും. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് എ പ്രിസൈഡിംഗ് ഓഫീസർ ഓർ മെമ്പേഴ്സ് ഓഫ് SAT. ഓക്കെ, അവിടെ പറഞ്ഞതുപോലെ എവിടെ സെബിയുടെ ബോർഡിനകത്ത് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള പ്രിസൈഡിംഗ് ഓഫീസർക്കും ഓക്കെ, അവിടെ നമ്മൾ ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെ എല്ലാം ക്വാളിഫിക്കേഷൻ പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ ഈ ട്രൈബ്യൂണലിനകത്തുള്ള പ്രിസൈഡിംഗ് ഓഫീസർക്കും ടെക്നിക്കൽ ആൻഡ് ജുഡീഷ്യൽ മെമ്പേഴ്സിനും വേണ്ട ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, എ പേഴ്സൺ ഷാൾ നോട്ട് ബി ക്വാളിഫൈഡ് ഫോർ അപ്പോയിന്റ്മെന്റ് as a presiding officer of SAT unless he is a sitting or a retiring judge of the Supreme Court or sitting or retiring chief justice of the High Court. അതായത് പ്രിസൈഡിംഗ് ഓഫീസർ ആണെങ്കിൽ ആ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സിറ്റിംഗ് ഓർ റിട്ടയറിംഗ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയിലെ ഇപ്പം നിലവിലുള്ളതോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്തായിട്ടുള്ള ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. മനസ്സിലായി? ആരുടെയാണ് പറയണേ? പ്രിസൈഡിംഗ് ഓഫീസറുടെയാണ് പറയണേ. ഇനി നോക്കി, the presiding officer of SAT shall be appointed by the central government in consultation with the chief justice of India or his nominee. ഇങ്ങനെ പ്രിസൈഡിംഗ് ഓഫീസറെ നിയമിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആരുടെ കൺസൾട്ടേഷനോട് കൂടി? ചീഫ് ജസ്റ്റിസിന്റെ കൺസൾട്ടേഷനോട് കൂടി. ആൻഡ് a person shall not be qualified for appointment as a member of SAT unless he is a person of ability, integrity and standing who has shown capacity in dealing with the problems relating to the securities market and has a qualifications and experience in corporate law, securities law, finance, economics and accountancy. ഓക്കെ, അതായത് കാര്യപ്രാപ്തി ഉണ്ടായിരിക്കണം. ഈ പറയുന്ന സെക്യൂരിറ്റി മാർക്കറ്റിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ അല്ലെങ്കിൽ അതിനകത്തൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കാര്യപ്രാപ്തി ഉണ്ടായിരിക്കണം. ആൻഡ് പ്രൊവൈഡഡ് ദാറ്റ് ദ മെമ്പർ ഓഫ് ദ ബോർഡ് ഓർ എനി പേഴ്സൺ ഹോൾഡിംഗ് എ പോസ്റ്റ് ഓഫ് സീനിയർ മാനേജ്മെന്റ് ലെവൽ ഇക്വലന്റ് ടു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻ ദ ബോർഡ് ഷാൾ നോട്ട് ബി അപ്പോയിന്റഡ് ആസ് എ പ്രിസൈഡിംഗ് ഓഫീസർ or member or a securities appellate tribunal during his service or tenure as such the board or within 2 years from the date on which he ceases to hold office as such in the board. അതായത് ഇപ്പം ഈ ബോർഡിനകത്തുള്ള ആൾക്കാർ അവരുടെ ആ പോസ്റ്റ് കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുന്നത് വരെ എവിടെ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ എവിടെ ഈ പറയുന്ന SATയിൽ ജോയിൻ ചെയ്യാൻ പാടില്ല. മനസ്സിലായി? ഓക്കെ, ഒരിക്കൽ കൂടെ നോക്കാം. ഓക്കെ, പ്രൊവൈഡഡ് ദാറ്റ് ദ മെമ്പർ ഓഫ് ദ ബോർഡ് ഓർ എനി പേഴ്സൺ ഹോൾഡിംഗ് എ പോസ്റ്റ് അറ്റ് എ സീനിയർ മാനേജ്മെന്റ് ലെവൽ, അതായത് സീനിയർ മാനേജ്മെന്റ് ലെവലിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, ഈക്വലൻ ടു എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഓക്കെ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറിനോ അതിന് മുകളിലുള്ള പോസ്റ്റിലുള്ള സീനിയർ മാനേജ്മെന്റ് ലെവലിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇൻ ദ ബോർഡ് ഷാൾ നോട്ട് ബി അപ്പോയിന്റഡ് ആസ് എ പ്രിസൈഡിംഗ് ഓഫീസർ
ഓർ മെമ്പർ ഓഫ് സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രിബ്യൂണൽ. അതായത് അങ്ങനെയുള്ള ഒരാളെ എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ബോർഡിൽ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ഉണ്ടായിരുന്ന ഒരാളെ നമ്മുടെ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിലെ ഈ പറയുന്ന പ്രിസൈഡിംഗ് ഓഫീസറായിട്ടോ അല്ലെങ്കിൽ മെമ്പേഴ്സായിട്ടോ അപ്പോയിന്റ് ചെയ്യില്ല during his service or tenure as such within the board or within 2 years from the date on which he ceases to hold office as such in the board. അതായത് ആ ബോർഡിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത്, നമ്മുടെ സെബിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് അങ്ങേരെ ഒരു കാരണവശാലും ഏതിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറോ ചെയർമാനോ ആക്കില്ല, നമ്മുടെ SITയുടെ പ്രിസൈഡിംഗ് ഓഫീസറോ ചെയർമാനോ ആക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ അങ്ങേരെ അവിടുത്തെ ഓഫീസ് ടേം കഴിഞ്ഞിട്ട്, ഓഫീസ് ടേം കഴിഞ്ഞിട്ട് അടുത്ത 2 വർഷങ്ങളിലോട്ടും ഏതാവാൻ പാടില്ല, ഈ പറയുന്ന സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസറോ അല്ലെങ്കിൽ മെമ്പേഴ്സോ ആവാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ, അവിടെ ഓർത്തിരിക്കേണ്ടത് ഇത് തന്നെയാണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ദാറ്റ് മീൻസ് ആ മാനേജ്മെന്റ് ലെവലാണ് നോക്കണേ. അതായത് നമ്മുടെ ബോർഡിനകത്ത് മാനേജ്മെന്റ് ലെവലിനേക്കാൾ മുകളിൽ ഉണ്ടായിരുന്ന ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം നിലവിലുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്നത് പോലെ SITയുടെ പ്രിസൈഡിംഗ് ഓഫീസറോ മെമ്പറോ ആവാൻ പാടില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ tenure of office, term of office നെ കുറിച്ചാണ് പറയുന്നത്. The presiding officer and every other members of SIT shall hold office for a term of 5 years from the date on which he enters into office and shall be eligible for reappointment. നമ്മുടെ ബോർഡിന്റെ പറഞ്ഞതുപോലെ തന്നെ 5 വർഷമാണ് ഓഫീസിന്റെ ടൈം, റീഅപ്പോയിന്റ്മെന്റിന് എലിജിബിൾ ആണ്. And provided that no person shall hold office as the presiding officer of SIT after he has attained age of 68 years. അതായത് ഇവിടെ SITയുടെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് മാക്സിമം എത്ര വർഷം വരെ മാത്രം? 68 വയസ്സ് വരെ മാത്രമേ പാടുള്ളൂ. അവിടെ 65 ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ അത് എത്രയായി? 68 വയസ്സായി. മനസ്സിലായോ? Okay, and the provider further that no person shall hold office a member of the Securities Appellate Tribunal after he attained a maximum of 62 years. അതായത് ഇവിടെ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആണെങ്കിൽ 68 വയസ്സ് വരെ തുടരാം. ഇനി വേറെ ഏതെങ്കിലും മെമ്പേഴ്സ് ആണെങ്കിൽ 62 വയസ്സ് വരെ തുടരാം. നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ആ ബോർഡിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ ഇവിടെയും ബാധകമാണ്. 5 വർഷമാണ് ടൈം. 5 വർഷം കഴിഞ്ഞിട്ട് അവർ വേണമെങ്കിൽ റീഅപ്പോയിന്റ് ചെയ്യാം. പക്ഷേ അവർക്ക് മാക്സിമം എത്ര വയസ്സാവുന്നത് വരെ? 68 വയസ്സോ അല്ലെങ്കിൽ 62 വയസ്സോ ആവുന്നത് വരെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അവർ റീഅപ്പോയിന്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, അപ്പീൽ ടു സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണൽ. അതായത് ഇപ്പം SIT എന്താണെന്ന് മനസ്സിലായി അല്ലെ? SITയുടെ കോമ്പോസിഷൻ എന്താണ്, SITക്കകത്ത് ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ടേം ഓഫ് ഓഫീസും കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷെ നമ്മുടെ പ്രശ്നം ഇപ്പോഴും തീർന്നിട്ടില്ല. അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ നമുക്കെതിരെ ഒരു വിധി വിധിച്ചിട്ടുണ്ട് അല്ലെ? ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നത് ഈ പറയുന്ന SITയുടെ അടുത്താണ്. ഓക്കെ, അതിനെ കുറിച്ചാണ് പറയണേ. ഓക്കെ, ആൻ ഓർഡർ ഓഫ് ദ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ ഈസ് ഇമ്പോസിംഗ് പെനാൽറ്റി. എനി ഓർഡർ ഓഫ് SEBI made under SEBI Act 1992 or rules or regulations made thereunder, or any order of the Insurance Regulatory and Development Authority or the Pension Fund Regulatory Authority and Development Authority. അതായത് ഓക്കെ, ഇത്രയും അല്ലെങ്കിൽ ഈ കാറ്റഗറിക്കകത്ത് വരുന്ന ഓർഡേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പീലാണ് നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റുന്നത്? SITയിൽ കൊടുക്കാൻ പറ്റും. മനസ്സിലായി? ഏതൊക്കെയായിരുന്നു? അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറുടെ ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട്, SEBI ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ SEBI ആക്ട് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു അപ്പീൽ പെനാൽറ്റി ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അപ്പീൽ കൊടുക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ IRD ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ ഈ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആക്ട് പ്രകാരമോ നമുക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പെനാൽറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റുന്നത് എവിടെയാണ്? SITയില്ല. ഇനി നോക്കി ടൈം ലിമിറ്റ് നോക്കി. ദ അപ്പീൽ ഷാൾ ബി ഫൈൽഡ് വിത്തിൻ 45 ഡേയ്സ് ഓഫ് ദ ഓർഡർ. എപ്പോഴാണോ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഓർഡർ വരുന്നത് അത് കഴിഞ്ഞ് 45 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഈ പറയുന്ന അപ്പീൽ കൊടുക്കണം. ആൻഡ് SIT മേ കണ്ടോൺ ദ ഡിലേ ഫോർ ദ സഫിഷ്യന്റ് റീസൺ. അതായത് 45 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സഫിഷ്യന്റ് ആയിട്ടുള്ള റീസൺ കാരണമാണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീസൺ കാരണമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അങ്ങനെ അത് പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ആണെന്ന് SITക്ക് തോന്നുകയാണെങ്കിൽ കുഴപ്പമില്ല. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ SIT എന്താണെന്ന് മനസ്സിലാക്കുക, SITയുടെ കോമ്പോസിഷൻ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ പറയുന്നത് പോലെ ആ കോമ്പോസിഷനകത്ത് വരുന്ന ഓരോ ആൾക്കാരുടെ ടേം ഓഫ് ഓഫീസ് എത്രയാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഓക്കെ, എത്ര ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഡേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് SITയിൽ അപ്പീൽ കൊടുക്കാം. അപ്പീൽ കൊടുക്കുന്നത് എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം? നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഓർഡർ വന്ന് 45 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള എന്തെങ്കിലും റീസൺ കൊണ്ടാണ് വൈകുന്നതെങ്കിൽ ആ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ റീസൺ സഫിഷ്യൻ്റ് ആണെന്ന് ആർക്ക് തോന്നുകയാണെങ്കിൽ, SITക്ക് തോന്നുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, അടുത്തത് പറയുന്നത് അപ്പീൽ ടു സുപ്രീം കോടതി. ദാറ്റ് മീൻസ് ഈ പറഞ്ഞതുപോലെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ കഴിഞ്ഞു. അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ കഴിഞ്ഞിട്ട് നമ്മൾ സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണലിലോട്ട് എത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്നത്, അതായത് SITയും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വിധിക്കുന്നതെങ്കിൽ നമുക്ക് ആ SITയുടെ ഓർഡർ വന്ന് 60 ദിവസത്തിനുള്ളിൽ ആരെ കാണാം? സുപ്രീം കോടതിക്ക് അപേക്ഷ കൊടുക്കാം.
എങ്ങനെയായിരുന്നു? അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർക്ക് വേണ്ടി അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറുടെ ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ SIT പോയി അല്ലെ, ആ SIT നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വിധിക്കുന്നതെങ്കിൽ നമ്മൾ 60 ഡേയ്സിനുള്ളിൽ ആർക്ക് അപേക്ഷ കൊടുക്കാം? അപ്ലിക്കേഷൻ കൊടുക്കാം, അപ്പീൽ കൊടുക്കാം, നമ്മുടെ സുപ്രീം കോടതിക്ക് അപേക്ഷ കൊടുക്കാം. ഓക്കെ, അവിടെ പറയുന്നത് നേരത്തെ പഴയതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് തോന്നുകയാണ് ഈ സമയം 60 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുത്തില്ല, സമയം വൈകിയാണ് കൊടുത്തതെങ്കിൽ, സോ അവിടെ സുപ്രീം കോടതിക്ക് തോന്നുകയാണ് ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള റീസൺ ആണ്. ഓക്കെ, അങ്ങനെ ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള റീസൺ കൊണ്ടാണ് നമുക്ക് വൈകിയതെങ്കിൽ അവിടെ അപ്പീൽ കൊടുക്കാൻ നമുക്ക് വീണ്ടും ഒരു 60 ഡേയ്സ് കൂടെ കൂടുതൽ കിട്ടും. മനസ്സിലാവും? പക്ഷെ സുപ്രീം കോടതിക്ക് തോന്നണം നമ്മൾ ഈ പറയുന്ന റീസൺ 60 ദിവസത്തിൽ നമ്മൾ അപ്പീൽ കൊടുത്തില്ല, ആ കൊടുക്കാൻ അല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കാനുള്ള റീസൺ, ഡിലേ ആകാനുള്ള റീസൺ മറ്റേ സഫീഷ്യന്റ് ആയിട്ടുള്ള റീസൺ ആണ്, സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു കാരണമാണെന്ന് സുപ്രീം കോടതിക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്നത് പോലെ സുപ്രീം കോടതിക്ക് അപേക്ഷ സ്വീകരിക്കാം. മനസ്സിലാവും? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. അതിനകത്ത് ആദ്യത്തെ ഏരിയയിൽ ഫുൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതിന്റെ കോമ്പോസിഷൻ എന്താണ്, അതിന്റെ മീറ്റിംഗ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ബോർഡിനകത്തുള്ള ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അവർക്ക് എത്ര നാൾ വരെ അവരുടെ ടേം ഓഫ് ഓഫീസ് ഉണ്ട് അല്ലെ, അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലോട്ട് കടന്നത് സെക്ഷൻ 12A തൊട്ടാണ്. ദാറ്റ് മീൻസ് 12A നമ്മളോട് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആസ് പെർ സെക്ഷൻ 15 പ്രകാരം നമുക്ക് പെനാൽറ്റി വിധിക്കാനും വന്നു അല്ലെ. അങ്ങനെ പെനാൽറ്റി വിധിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ഫൈനൽ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ, സെക്യൂരിറ്റീസ് അപ്പലൈറ്റ് ട്രൈബ്യൂണൽ, സുപ്രീം കോടതി, ഇങ്ങനെ 3 രീതിയിൽ ഇതിന്റെ അഡ്ജുഡിക്കേഷൻസ് കയറി. മനസ്സിലായി? അവിടെ ഓർത്തിരിക്കേണ്ടത് ഈ പറയുന്ന പോലെ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർക്ക് അല്ലെങ്കിൽ ഓഫീസറുടെ ഓർഡറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് SIT അപ്പീൽ കൊടുക്കാം. ആ SIT അപ്പീലിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് സുപ്രീം കോടതിയിൽ 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാം. ഓക്കെ, രണ്ട് കാര്യങ്ങളും കൂടെ ഒന്ന് മെറ്റീരിയൽ ചോദിക്കാൻ സാധ്യതയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഈ പറയുന്നത് പോലെ സെബിയുടെ ഫംഗ്ഷൻസ്. ഓക്കെ, അത് കുറെ ഉണ്ട്, നമ്മളത് മെറ്റീരിയലിനകത്ത് തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും ഡയറക്റ്റ് ആയിട്ട് പറയുന്ന കുറെ ഫംഗ്ഷൻസ്. അതേപോലെ തന്നെ SITയുടെ പവേഴ്സ്. ഓക്കെ, ഇത് രണ്ടും ഈ പറയുന്ന സെക്യൂരിറ്റി മാർക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്താണ്. നിങ്ങൾ അത് വായിച്ച് നോക്കിയാൽ മതി, മനസ്സിലായെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മനസ്സിലായി? ചെറിയൊരു ചാപ്റ്റർ ആണ്, അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ നിന്ന് കണ്ടിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ടേമിൽ മാത്രമാണ് ഈ പെനാൽറ്റി ആയിട്ട് ബന്ധപ്പെടുത്തി ഒരു 5-6 മാർക്കിനൊക്കെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. ഓക്കെ, ആ കേസ് ലോസ് ഇമ്പോർട്ടന്റ് ആണ്. ടേം ഓഫ് ഓഫീസിനകത്ത് ചോദിച്ചിട്ടുള്ള കേസ് ലോസ് ഇമ്പോർട്ടന്റ് ആണ്. അത് നോക്കിയാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ചാപ്റ്റർ ആയിട്ട് കാണാം.